കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. പറയുന്നത് നീതി ആയോഗാണ് കേട്ടോ. എന്നാലും നമ്മുടെ ഈ സംസ്ഥാനത്തിൽ കുറച്ച് പേര് അതിദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരായിരുന്നു. അവർക്ക് 3 നേരം കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു, അവർക്ക് വീടില്ല, അവർക്ക് ഒരസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാൻ വഴിയില്ല, തിരിച്ചറിയൽ രേഖകളില്ല, അങ്ങനെ 100 കൂട്ടം പ്രശ്നം. കേരളത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗം, എല്ലാവരും അവഗണിക്കപ്പെട്ട് ജീവിച്ചിരുന്നു. എന്നാലേ നമ്മളെല്ലാവരും ചേർന്ന് അവരെ മോചിപ്പിച്ചിരിക്കുകയാണ്. നവംബർ 1 നമ്മുടെ മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തും. അതായത് അതിദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പോലും ഇല്ലാത്ത ഒരു പ്രദേശമായി മലയാളം സംസാരിക്കുന്ന നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, നമ്മളിത് ആഘോഷിക്കണം. നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് പേർക്ക് നമ്മുടെ കേരളം എന്നൊക്കെ കേട്ട ഒരു പുച്ഛമാണ് കേട്ടോ. അവർക്ക് നോർത്ത് ഇന്ത്യയിലെ ചില മോഡൽ സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും എല്ലാവരും പട്ടിണിയും പരിവട്ടമൊക്കെയാണ്. ഹിന്ദു സംരക്ഷകർ അവിടെ ഭരിക്കുന്നതാണ് പറയുന്നത്. എന്നാൽ ഹിന്ദു സംരക്ഷകർ ഭരിക്കുന്ന ആ നാട്ടിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ ജീവിക്കുന്ന എത്രയോ ലക്ഷം ഹിന്ദുക്കളുണ്ടെന്നറിയാമോ? പക്ഷെ നമ്മുടെ നാട്ടിൽ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, എല്ലാവരും 3 നേരം സമൃദ്ധിയോടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. അതാണല്ലോ വേണ്ടത്, അതാണല്ലോ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. അമ്പലം കെട്ടലല്ലോ. ഏറ്റവും ദുർബലരായവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് മാത്രമല്ലേ ഒരു സർക്കാരിൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം? അത് നമ്മുടെ സർക്കാർ പൂർണ്ണമായും നിറവേറ്റിയിരിക്കുന്നു. പിണറായിയുടെ ഇച്ഛാശക്തിയെ നമുക്ക് സല്യൂട്ട് ചെയ്യണം. നമുക്ക് ഈ നവംബർ 1 നമുക്ക് ആഘോഷിക്കാം, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം. താങ്ക് യു.